ഇന്ന് നമുക്ക് കടകൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പച്ച പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നായകനും കൂട്ടുകാരും അവർ മണൽവാരലാണ് ചെയ്യുന്നതും. ഒടുവിൽ ആ മണൽവാരൽ കൊണ്ട് നായകന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അതെന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ സുൽഫിയെ കാണിക്കുന്നു. സുൽഫി ഗൾഫിലെ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുൽഫിയുടെ കഥയാണ്. നാട്ടിൽ അനധികൃതമായി മണൽ വാരി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് മുസ്തഫ. മുസ്തഫയെ കൂടാതെ രണ്ട് ടീം കൂടിയുണ്ട്. ഒന്ന് സുൽഫിയുടെയും മറ്റൊന്ന് ചുരുളമണിയുടെയും. സുൽഫിയും ഗ്യാങ്ങും ലോറിയിലാണ് മണൽ കടത്തുന്നതെങ്കിൽ ചുരുളമണിയും ഗ്യാങ്ങും ചാക്കിൽ കെട്ടിയ നിലയിൽ ബൈക്കിലാണ് മണൽ കടത്തുന്നതും. എന്നാൽ മുൻപ് ചുരുളമണിയുടെ കൂടെ നിന്ന പല ആൾക്കാരും ഇപ്പോൾ സുൽഫിക്കൊപ്പമാണ്. അതിൽ ചുരുളമണിക്ക് ഒരുപാട് ദേഷ്യം അവനോടുമുണ്ട്. മാത്രമല്ല, ചുരുളമണിയുടെ അച്ഛനും സുൽഫിയുടെ അച്ഛനും നല്ല കൂട്ടുകാരായിരുന്നു. ചുരുളമണിയുടെ അച്ഛൻ മരിച്ചതിനു ശേഷം സുൽഫിയുടെ അച്ഛനായ ഹൈദറാണ് ചുരുളമണിയെയും കുടുംബത്തിനെയും ഒരുപാട് സഹായിക്കുന്നതും. എന്നാൽ അച്ഛന്മാർക്കിടയിലുള്ള ആ ഒരു സൗഹൃദം മക്കൾക്കിടയിലില്ല. ചുരുളമണിയുടെ സഹോദരി ലക്ഷ്മിയുമായിട്ട് സുൽഫി നല്ല പ്രണയത്തിലായിരുന്നു. എന്നാൽ ഈ സുൽഫി ഇങ്ങനെ മണൽ കടത്തുന്ന കാര്യങ്ങളൊന്നും അവൾക്കൊട്ടും ഇഷ്ടമേ അല്ല. അവൾ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയിട്ടും സുൽഫി കേൾക്കത്തുമില്ല. സുൽഫിയോട് ദേഷ്യം മനസ്സിലുള്ള ചുരുളമണി പല സമയത്തും പോലീസിനെ കൊണ്ട് സുൽഫി മണൽ കടത്തുന്നത് ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണി കൊടുത്തതിനാൽ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് ചുരുളമണിയും സുൽഫിയും തമ്മിൽ അടി നടക്കും. നാട്ടുകാരിടപെട്ടാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയതും. അക്കാര്യം സുൽഫിയുടെ അച്ഛനായ ഹൈദർ അറിയും. അതിനു മുൻപ് തന്നെ അമ്മ അറിഞ്ഞ് സുൽഫിയെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. എന്നാൽ ഹൈദർ അത് ചോദ്യം ചെയ്യാൻ വരുന്നത് കണ്ട് സുൽഫി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അങ്ങനെയിരിക്കെ ലക്ഷ്മിയെ കോളേജിൽ കൊണ്ടാക്കുവാനായിട്ട് സുൽഫി പോവുകയായിരുന്നു. ബൈക്കിലിരിക്കുന്ന സമയമെല്ലാം ഈ ഒരു മണൽ കടത്തൽ നിർത്തണമെന്നൊക്കെ അവനോട് പറയും. പക്ഷെ ആര് കേൾക്കാൻ? സുൽഫി മൈൻഡ് പോലും ചെയ്യത്തില്ല. സുൽഫി ഇങ്ങനെ മണൽ കടത്ത് ജീവിക്കുന്നതിനോട് ഹൈദറിന് ഒട്ടും താല്പര്യമേ ഇല്ല. എന്തെന്നാൽ പണ്ടി ഹൈദർ മണൽ കടത്തുമായിരുന്നു. എന്നാൽ ആ മണൽ കടത്തുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങളെല്ലാം ഹൈദറിന് നന്നായിട്ട് അറിയാം. തന്റെ മകനും അതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടരുതെന്ന് ഹൈദറിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. ആയതിനാൽ അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്തുകളെല്ലാം ഹൈദർ തന്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിക്കും. പക്ഷേ സുൽഫി അത് കേൾക്കത്തേയില്ല. അവൻ എങ്ങനെയെങ്കിലും മണൽവാരലിലൂടെ നന്നായിട്ട് കാശ് സമ്പാദിക്കണം എന്നൊരു മൈൻഡ് മാത്രമായിരുന്നു. ഒരിക്കൽ കവലയിലെത്തിയ ഹൈദർ അവിടെ വെച്ച് ചുരുളമണിയെ കാണുകയും കുറച്ച് കാശ് അവൻ എടുത്തു കൊടുക്കുകയും ചെയ്തു. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഹൈദർ കാശ് ഏൽപ്പിച്ചതും. കൂടാതെ ചുരുളമണിയും കൂട്ടി അവിടെയുണ്ടായിരുന്ന ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് മാറി നിന്ന് സുൽഫി കാണുന്നുണ്ടായിരുന്നു. ഹൈദർ ചുരുളമണിയുമായിട്ട് അത്ര സ്നേഹം കാണിക്കുന്നതെന്നും സുൽഫിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. അന്ന് രാത്രി സുൽഫി വീട്ടിലേക്ക് എത്തും. വീട്ടിൽ വെച്ച് ഹൈദറുമായി വഴക്കാകും. കാരണം എന്തെന്നാൽ സുൽഫി മണൽ കടത്തുന്നത് ഹൈദറിനറിയാം. എത്ര തവണ പറഞ്ഞു നോക്കിയിട്ടും സുൽഫി കേൾക്കത്തില്ലല്ലോ. ഒടുവിൽ സഹിക്കെട്ട് ഹൈദർ സുൽഫിയോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായി പറഞ്ഞു. അക്കാര്യം ലക്ഷ്മി അറിയും. അവൾക്കത് സഹിക്കാനായി പറ്റിയില്ല. എത്ര തവണ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന്. ഈ അടിപിടിയും മണൽവാരലും കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാനാ? ഇപ്പോൾ ദേ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. ഒടുവിൽ ലക്ഷ്മിയുടെ സങ്കടം സഹിക്കാനാകാതെ സുൽഫി അടിപിടിയും മണൽവാരലുമെല്ലാം അവസാനിപ്പിക്കുവാനായും തീരുമാനിച്ചു. എന്നാലും ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവൻ അതിനൊന്നും പറ്റുന്നതേയില്ല. അവൾക്ക് കൊടുത്ത സത്യം പാലിക്കുവാനായും അവന് കഴിഞ്ഞില്ല. പലതവണയായിട്ട് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് പലരെയും തല്ലുകയും വീണ്ടും മണൽവാരലൊക്കെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം അറിയുന്ന ലക്ഷ്മിക്ക് ഒരുപാട് ദേഷ്യമാണ് ഉണ്ടായത്. ഒരിക്കൽ സുൽഫിക്ക് ഒരു കോൾ വരും. അതവന്റെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു വിളിച്ചത്. അവരുടെ സൈറ്റിൽ മണൽ തീർന്നു, അത്യാവശ്യമായി മണൽ ഇറക്കണമെന്നും പറയും. എന്നാൽ സുൽഫിയൊന്നും പകൽ മണൽ കൊണ്ടുപോകില്ലല്ലോ. അത് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് പകല് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റിസ്ക് ആണെന്ന് സുൽഫി പറയുന്ന സമയത്ത് അത് കേട്ട കസ്റ്റമർ പറയുന്നത്, വൈകുന്നേരം വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല, മണ്ണിന്റെ ആവശ്യം ഇപ്പോഴാണുള്ളത്. നീ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു ഓഫർ ചുരുളമണിക്ക് കൊടുക്കുമെന്നും പറയുന്നു. അത് കേട്ട് ചുരുളമണിക്ക് ആ ഓഫർ പോകാതിരിക്കാനായിട്ട് എന്ത് റിസ്ക് എടുത്തും മണൽ കടത്തിക്കൊണ്ട് കൊടുക്കുവാനായിട്ട് സുൽഫിയും കൂട്ടരും തീരുമാനിക്കും. രാവിലെ പുഴയിൽ നിന്നും മണലെടുക്കണം. പക്ഷെ അതൊരുപാട് റിസ്ക് ആണ്. പോലീസിന് ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതിനായിട്ട് സുൽഫി തന്റെ കൂട്ടുകാരെയെല്ലാം പല മുക്കിലായിട്ട് നിർത്തും. എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതെല്ലാം അറിയിക്കണമല്ലോ. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണൻ എന്നൊരാൾ സുൽഫിയെ സഹായിക്കുമായിരുന്നു. കൃഷ്ണനും വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം പറയും. പുതുതായിട്ടൊരു ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. രാജീവ് എന്നാണ് പേര്.
രാജീവ് കുറച്ച് ടെററാണ്, ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും നടത്തുവാനായിട്ട് രാജീവ് സമ്മതിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണൻ പറയും. മാത്രമല്ല പോലീസ് സ്റ്റേഷനിലുള്ള കറക്റ്റ് ന്യൂസ് എല്ലാം കൃഷ്ണൻ എത്തിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് സേഫ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ സുൽഫിയും കൂട്ടരും മണൽ വാരിക്കൊണ്ടേയിരുന്നു. അതേസമയം തന്നെ രാജീവിനൊരു കോൾ വരും. അതേ സുൽഫിയും കൂട്ടരും മണൽ വാരുന്നതിനെ ആരോ ഒറ്റിയതായിരുന്നു. ഉടനെ തന്നെ രാജീവ് വിളിച്ചാൽ ഏത് സ്ഥലത്താണോ മണൽവാരൽ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്തേക്ക് പുറപ്പെടും. കൃഷ്ണനാണെങ്കിൽ ആ വിവരം സുൽഫിയെ അറിയിക്കും. എന്നിട്ടാണ് പോകുന്നതും. പോലീസ് ജീപ്പിനെ ഫോളോ ചെയ്ത് സുൽഫിയുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. പകുതി വഴിയിൽ വെച്ച് അവന്റെ വണ്ടിയുടെ എണ്ണ തീർന്നത് കാരണം പിന്നീട് അവരെ ഫോളോ ചെയ്യുവാനായും പറ്റിയില്ല. പോലീസ് എത്തുന്നതിന് മുൻപ് മണൽ വാരി അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു സുൽഫിക്കും കൂട്ടർക്കും. എന്നാൽ അതേ സമയം തന്നെ ആർക്കും തടയാൻ പറ്റാത്ത വിധം പോലീസ് പുഴക്കരയിലേക്ക് എത്തുന്ന വിധമായപ്പോൾ സുൽഫിയുടെ മറ്റൊരു കൂട്ടുകാരൻ ഓട്ടോ കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടിടും. പോലീസിന് പിന്നെ മുന്നോട്ട് പോകുവാനായും പറ്റിയില്ല. രാജീവിനൊരു കാര്യം മനസ്സിലായി. എല്ലാവരുടെയും ഒത്തുകളിയാണ്. പുഴക്കരയിലേക്ക് രാജീവും ടീമും എത്താതിരിക്കാനായിട്ടാണ് ഓട്ടോ കൊണ്ടുവന്ന് ഇട്ടതെന്നും രാജീവിന് മനസ്സിലായി. അതേ സമയം തന്നെ സുൽഫി മണൽ വാരിയിട്ട് അവിടെ നിന്ന് ലോറിയുമായി പോകും. അത് രാജീവ് കണ്ടു. രാജീവ് എത്ര തന്നെ ലോറിയുടെ പുറകെ ഓടിയിട്ട് കിട്ടിയതേയില്ല. ഓട്ടോക്കാരനടുത്ത് വന്നിട്ട് അവൻ ഒരു അടി കൊടുത്തിട്ട് എന്നായാലും നിന്നെയൊക്കെ ഞാൻ പൊക്കുമട എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോയതും. അവരുദ്ദേശിച്ച കാര്യം കൃത്യമായി നടത്തിയിട്ടിരിക്കുകയായിരുന്നു സുൽഫിയും കൂട്ടരും. എന്നാലും അവർക്ക് സംശയം ആരായിരിക്കും അവരെ ഒറ്റുകൊടുത്തത്. അവർക്ക് ഒരേ ഒരാളുടെ പേര് ചുരുളമണി തന്നെയായിരുന്നു. അവൻ തന്നെയായിരിക്കും നമ്മളെ ഒറ്റുകൊടുത്തത് എന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് പുഴക്കരയിൽ നിന്നും അവർക്കൊരു കോൾ വന്നത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തെന്നാൽ അവരത്രയും നേരം വാരിക്കൂട്ടി വെച്ചിരുന്ന കുറച്ച് മണലുകളുണ്ടല്ലോ, അതെല്ലാം രാജീവും ടീമും വന്ന് പുഴക്കരയിലേക്ക് തന്നെ തിരികെ ഇടുകയാണ്. രാജീവിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും. ഇനി അവർ മണൽ കടത്താതിരിക്കാനായിട്ട് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന തോണിയെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു സുൽഫിയും കൂട്ടരും. ഇനി എന്ത് ചെയ്യും? ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗവും അതോടുകൂടി നഷ്ടമായി. ഇനി എന്തായാലും ഒന്നീന്ന് തന്നെ വള്ളമൊക്കെ പണിത് വീണ്ടും മണൽവാരൽ തുടങ്ങുന്നത് റിസ്ക് ആണെന്ന് അവർക്ക് മനസ്സിലായി. മുസ്തഫ പറയും, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കിതെല്ലാം ഇവിടെ അവസാനിപ്പിച്ചിട്ട് നീ വേറൊരു തൊഴിലിന് പോകുവാനായിട്ട് മുസ്തഫ സുൽഫിയോട് പറഞ്ഞു. പക്ഷെ സുൽഫി അതിന് തയ്യാറല്ലായിരുന്നു. ഒരുവിധം നല്ല കാശ് മണൽവാരിൽ നിന്നും സുൽഫിക്ക് കിട്ടുമായിരുന്നു. സുൽഫിയുടെ അച്ഛനുമൊക്കെ ഈ ഒരു തൊഴിൽ ചെയ്താണ് ഇത്രയും നാൾ ജീവിച്ചതും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തൊഴിൽ നിർത്താൻ തയ്യാറല്ല എന്നായിരുന്നു സുൽഫി പറഞ്ഞതും. പോലീസ് വന്നതും വള്ളം പൊളിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മി അറിഞ്ഞു. അവൾ സുൽഫിയെ വിളിച്ചിട്ട്, നീ ഒരു മണൽവാരൽ നിർത്താനായിട്ട് തയ്യാറല്ല അല്ലേ, നീ അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ദേ പോലീസ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി, ഇനി അടുത്തത് പോലീസ് വീട്ടിലായിരിക്കും വരിക എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വഴക്ക് പറയും. നിനക്ക് ഈ ഒരു മണൽവാരലും അടിപിടിയും ഒക്കെയാണ് വലുതല്ലേ, നിനക്ക് എന്നെ വേണോ അതേ ഈ ഒരു തൊഴിൽ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കാശുണ്ടാക്കണം, അതാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞായിരുന്നു സുൽഫി കോള് കട്ട് ചെയ്തതും. സുൽഫിക്കും ടീമിനും പണി കിട്ടിയതറിഞ്ഞ് ചുരുളമണിയും ടീമും അവരെ ഒരുപാട് കളിയാക്കി ചിരിക്കും. ഒടുവിലത് വലിയ വാക്കുതർക്കത്തിലാണ് അവസാനിച്ചതും. അന്ന് രാത്രി തന്നെ വീണ്ടും സുൽഫി മണൽ കടത്തുവാനായും തീരുമാനിച്ചു. മണലും കൊണ്ട് പോകുന്ന സമയം തന്നെ ഒരു ഘട്ടത്തിൽ പോലീസ് അവരെ ഫോളോ ചെയ്യും. എന്ത് ചെയ്യുമെന്നറിയാതെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടും കൽപ്പിച്ച് സുൽഫി പോലീസ് ജീപ്പിന് മുന്നിലായിട്ട് കൊണ്ടുവന്ന ലോഡങ്ങ് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോകും. എന്നാൽ അവരെ കാത്ത് രാജീവ് അവിടെ ഉണ്ടായിരുന്നു. രാജീവിന്റെ ജീപ്പ് കണ്ടതും സുൽഫി തന്റെ ലോറി എവിടെ നിർത്തിയിട്ട്, എന്താ സാറേ ഈ ലോറിയിൽ ലോഡൊന്നും ഇല്ലല്ലോ, പിന്നെന്താ സാറിന് പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത്, എന്നാൽ രാജീവ് എന്താണ് ചെയ്തത്, സുൽഫിയെ പിടിച്ചിറക്കി അവനെ തല്ലും. നീ റോഡിലെ ലോഡ് ഇറക്കിയിട്ട് വന്ന കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു, നീ മിടുക്കനായെന്നാണോ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാണ് തല്ലിയതും. എന്നാൽ അതൊന്നും സഹിക്കാനാകാത്ത സുൽഫി ആണെങ്കിൽ രാജീവിന്റെ ചെകിടത്തിട്ട് ഒരെണ്ണം കൊടുത്തു. രാജീവ് ആ ഒരു അടി കൊണ്ട് തറയിൽ വീഴുകയാണ് ചെയ്തതും. അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രാജീവിനെയാണ് കാണിക്കുന്നത്. രാജീവിന് ആ ഒരു അടി കൊണ്ട് ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടമായിരുന്നു. അതേസമയം തന്നെ അവിടെ വന്നൊരു പോലീസ് ഓഫീസർ സുൽഫിയെ ഞങ്ങൾ പിടികൂടി എന്ന കാര്യം പറയും. പക്ഷേ അപ്പോഴും രാജീവ് പറയുന്നത് തനിക്കൊരു കേസുമില്ല എന്നായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പോലീസ് ഓഫീസർ ആണെങ്കിലും സുൽഫി അവിടേട്ട് ഒരുപാട് തല്ലും. അതേസമയം തന്നെയായിരുന്നു ഹൈദറും വക്കീലും അവിടേക്ക് വന്നതും. എന്റെ മോനെ തൊടാനായിട്ട് ആർക്കാ ധൈര്യം? ഇവിടെ എന്റെ മോനെ തൊടാൻ ഒരു പോലീസുകാരും വളർന്നിട്ടില്ല. ഞാൻ ഇറക്കിയ ആ ഒരു മണൽ കൊണ്ടാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. എന്റെ മകനെ തൊട്ടുപോകരുത് എന്നൊക്കെ ഹൈദർ പറയും. ഹൈദർ കൊണ്ടുവന്ന വക്കീലിന്റെ സഹായത്താൽ സുൽഫി പുറത്തിറങ്ങി. എന്നാലും ഹൈദർ പറയുന്നത് ഉറപ്പായും ആ രാജീവ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഞാൻ മണൽ കടത്തുന്ന സമയത്തും ഈ രാജീവിന്റെ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദന. രാജീവ് ഉറപ്പായിട്ടും ആ ഒരു അച്ഛന്റെ മകനല്ലേ, എന്തായാലും നിങ്ങൾക്കും പണി കിട്ടുമെന്ന് ഹൈദർ പറഞ്ഞു. കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കുവാനായിരുന്നു ഹൈദറിന്റെ ആവശ്യം. ചുരുളമണിയാണ് അവരെ ഒറ്റുകൊടുത്തത് എന്നൊരു സംശയം അവരുടെ മനസ്സിലുണ്ടല്ലോ. ഉടനെ തന്നെ ചുരുളമണിയുടെ വീട്ടിലെത്തി ചുരുളമണിയെയും കൂട്ടരെയും അവരൊരുപാട് തല്ലും.
അതേസമയം തന്നെ അവർക്കിടയിലേക്ക് ലക്ഷ്മി വന്നിട്ട് ഇത്തവണ ഞാനാണ് നിങ്ങളെ ഒറ്റുകൊടുത്തത് എന്ന് പറയുന്നു. അത് കേട്ടതും മറ്റുള്ളവർക്ക് യാതൊന്നും പ്രതികരിക്കുവാനായും പറ്റിയില്ല. അവരവിടെ നിന്ന് പോകും. ഇനിയെങ്കിലും അവൻ മണൽക്കടത്തൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തതും. അങ്ങനെ ഹൈദർ സുൽഫിയെയും കൂട്ടുകാരനായിട്ടുള്ള ശരത്തിനെയും മാറ്റി നിർത്തുവാനായും തീരുമാനിച്ചു. ഈ ശരത്തായിരുന്നു അന്ന് സുൽഫി രാജീവിനെ തല്ലുന്ന സമയം കൂടെയുണ്ടായിരുന്നതും. രണ്ടുപേരെയും കൊണ്ട് മലമുകളിലുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്കാണ് വരുന്നതും. എങ്ങനെയെങ്കിലും സുൽഫിയും കൂട്ടുകാരനെയും ദുബായിലേക്ക് കടത്തണം എന്നായിരുന്നു ഹൈദറിന്റെ ആവശ്യവും. അടുത്ത ദിവസം തന്നെ ചുരുളമണിയുടെ വീട്ടിലേക്ക് ഹൈദർ എത്തുകയാണ്. എന്തെന്നാൽ ലക്ഷ്മിയും സുൽഫിയും തമ്മിലുള്ള ബന്ധം രണ്ടു വീട്ടുകാർക്കും അറിയാം. ഹൈദർ പറയുന്നത് എന്തെന്നാൽ അവൻ ഒരിക്കലും ഇനി നേരെയാകുമെന്ന് തോന്നുന്നില്ല, നീ ഇനി അവനു വേണ്ടി കാത്തിരിക്കണ്ട, ഇവൾക്ക് വേറൊരു വിവാഹം ആലോചിക്കാം എന്നായിരുന്നു ഹൈദർ പറഞ്ഞതും. അതിന് ചുരുളമണിക്കും അവന്റെ അമ്മയ്ക്കുമൊക്കെ സമ്മതമായിരുന്നു. പക്ഷെ ലക്ഷ്മിക്കാണെങ്കിലോ ഹൃദയം നുറുങ്ങുന്ന വേദനയും. ലക്ഷ്മി ആ വിഷമമെല്ലാം തന്റെ കൂട്ടുകാരിയോട് തുറന്നു പറയും. ഞാൻ അവനെ പ്രതീക്ഷിച്ച ഇത്രയും നാൾ ജീവിച്ചത്, പക്ഷെ ഇനി അവൻ നേരെയാകുമെന്ന് തോന്നുന്നില്ല. അവൻ നേരെയാകുവാനായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഇതിങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. സുൽഫിക്ക് ശരത്തിനെ കൂടാതെ വേറെ 2 ഫ്രണ്ട്സും കൂടിയുണ്ടല്ലോ, ബാപ്പുവും സാബിത്തും. സുൽഫിയും ശരത്തും മാറി നിന്നതോടുകൂടി സാബിത്തിന്റെയും ബാപ്പുവിന്റെയും കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാപ്പുവിനടുത്തെത്തി സാബിത്ത്, എനിക്ക് കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി മറ്റൊരു ലോഡിന് എസ്കോർട്ടായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകും. ആരുടെ ലോഡിനാണ് നീ കൂടെ പോകുന്നതെന്ന് ചോദിച്ചിട്ടും അതിന് മറുപടി കൊടുക്കാതെയാണ് സാബിത്ത് അവിടെ നിന്ന് പോകുന്നതും. സുൽഫിക്ക് ഗൾഫിലേക്ക് പോകുവാനായിട്ടുള്ള പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാം കൃഷ്ണൻ കൃത്യമായി ചെയ്തു. 20-ാം തീയതിയാണ് അവൻ ഗൾഫിൽ പോകുന്നതും. എല്ലാം തീരുമാനമായ സമയം തന്നെയായിരുന്നു. ഒരിക്കൽ രാത്രി അവരെ തല്ലിയ ഒരു പോലീസ് ഉണ്ടല്ലോ, അയാളെ രണ്ടുപേരും കൂടെ പിടികൂടി അയാളെ പഞ്ഞിക്കിടുന്നതും. അടുത്ത ദിവസം ഹൈദറും മുസ്തഫയും കൂടി ആ ഒരു മലമുകളിലെ വീട്ടിൽ നിന്നും സുൽഫിയെയും കൂട്ടുകാരനായ ശരത്തിനെയും നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വരുന്ന വഴിയിൽ നിങ്ങൾ ആ പോലീസുകാരനെ തല്ലിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. മാത്രവുമല്ല സാബിത്തിനൊരു അപകടം പറ്റിയെന്നും ഹൈദർ പറയും. ചെന്ന് നോക്കുമ്പോൾ സുൽഫി കാണുന്നത് ഒരു കാൽ മുറിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന സാബിത്തിനെയാണ്. അത് കണ്ടതും സുൽഫിക്ക് താങ്ങാനായില്ല. സുൽഫിയൊക്കെ ഒളിച്ചു താമസിക്കാൻ പോയതോടുകൂടി വീടിന്റെ അവസ്ഥ കഷ്ടമായപ്പോഴാണ് വീണ്ടും തൊഴിൽ ചെയ്യുവാനായിട്ട് സാബിത്ത് ഇറങ്ങിയതും. ഇതിനെല്ലാം പിന്നിൽ ചുരുളമണിയാണെന്നും സുൽഫി പറയും. അവനുള്ള പണി ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന സുൽഫിയെ ഹൈദർ തടയും. എന്നിട്ട് ഹൈദർ പറയും, നീ ആരെന്നാ പറഞ്ഞത്? ചുരുളമണിയാണെന്നോ? ഇന്നലത്തെ അപകടത്തിൽ ചുരുളമണിയും മരിച്ചു. സാബിത്താണ് ചുരുളമണിയുടെ ലോഡിന് എസ്കോർട്ടായിട്ട് പോയത്, പക്ഷെ അപകടത്തിൽ ഇവന് കാല് നഷ്ടമായി ചുരുളമണി മരിച്ചു എന്ന് പറയും. അത് കേട്ടതും സുൽഫിക്ക് എന്തോ ഒരു വിഷമം പോലെയായി. ഇപ്പോൾ ഈ സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ 3 കൂട്ടുകാരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാബുവും ശരത്തും പറയുന്നത്, നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം, ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണെന്നാണ് അവർ പറയുന്നതും. കൂടാതെ നമുക്ക് ഈ ലോറിയൊക്കെ വിൽക്കാമെന്നും അവർ പറയും. എന്നാൽ അതിന് സുൽഫി തയ്യാറായിരുന്നില്ല. നമുക്ക് ഈ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയായിരുന്നു സുൽഫിയും പറയുന്നത്. അപ്പോൾ ബാബു പറയുന്നത്, നിന്റെ ബാപ്പ മണൽ വാരുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലേ? എങ്ങനെയാ ചുരുളമണിയുടെ അച്ഛൻ മരിച്ചത്? പുഴയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതിനെല്ലാത്തിനും കാരണം ഈ പോലീസുകാരാണ്. പോലീസുകാർ തന്നെയാണ് ചുരുളമണിയുടെ അച്ഛനെയും കൊന്നത്. അതെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിന്റെ ബാപ്പയും ഈ തൊഴിൽ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കും ഈ തൊഴിൽ അവസാനിപ്പിക്കാം. അങ്ങനെ ലോറി വിൽക്കുവാനായിട്ടും സുൽഫി സമ്മതിക്കും. അടുത്ത ദിവസം കവലയിലൂടെ വരികയായിരുന്നു ഹൈദർ. സുൽഫിക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ട് വരുന്ന വഴിയാണ്. എന്നാൽ കവലയിൽ വെച്ച് രാജീവ് ഹൈദറിനെ തടയും. നിന്റെ മകനെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതിയോ? നിന്റെ മകന്റെ മരണം എന്റെ കൈകൊണ്ടാണെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയതും. എന്നാൽ അത് ഹൈദറിന് താങ്ങാനായില്ല. ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിയ ഹൈദർ സുൽഫിയോട് പറയുന്നത്, എന്തായാലും ഇത് നമുക്ക് ഇവിടെ നിർത്തണ്ട, ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല, അവൻ നമ്മളെ ജീവിക്കാൻ എന്തായാലും അനുവദിക്കില്ല. ഇതോടുകൂടി ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നീ ഒരു ലോഡ് എനിക്ക് തരണമെന്ന് പറയുന്നു. അങ്ങനെ സുൽഫിയാണെങ്കിലോ അതിന് സമ്മതിക്കും. പക്ഷെ നിന്റെ ലോറി കൊണ്ടുപോകരുത്, ഞങ്ങളുടെ ലോറി കൊണ്ടുപോകണമെന്ന് പറയും. മുൻപ് ഈ ഒരു ഹൈദറും ചുരുളമണിയുടെ അച്ഛനും മണൽ വാരിയിരുന്ന ഒരു ലോറിയുണ്ട്. ആ ലോറിയുമായി പോകുവാനാണ് പറഞ്ഞത്. ഉടനെ തന്നെ സുൽഫി ലോറിയുമായി പുഴക്കരയിലേക്ക് പോകും. ആ ലോറിയുടെ പേരാണ് കടകൻ. ലോറി വരുന്നത് കണ്ട് മുസ്തഫയ്ക്കും കൂട്ടർക്കും ഉത്സാഹമായി. പഴയ ഓർമ്മകളെല്ലാം അവരിലേക്ക് വന്നു. ഉടനെ തന്നെ സന്തോഷത്തോടുകൂടി എല്ലാവരും മണൽ വാരി ലോറിയിൽ നിറയ്ക്കുവാനായും തുടങ്ങി. അതേസമയം അവിടേക്ക് രാജീവ് എത്തുകയാണ്. നിന്നെ ഈ മണൽ കൊണ്ടുപോകുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് രാജീവ് എത്തുന്നതും. അവിടെ വെച്ച് രാജീവും സുൽഫിയും തമ്മിൽ വലിയൊരു അടി നടക്കും. ഒടുവിൽ രാജീവിനെ സുൽഫി കൊല്ലുമെന്നായ സമയത്ത് ഹൈദർ അവിടേക്ക് വരും. എന്നിട്ട് സുൽഫിയെ തടയും. ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോളണം, ഇനി മേലാൽ നീ ഞങ്ങളുടെ വഴിക്ക് വരരുത് എന്നായിരുന്നു ഹൈദർ അവനെ വിരട്ടിയതും. ഉടനെ തന്നെ രാജീവിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ആ കോരിയിട്ട മണലുകളൊന്നും കടത്തുവാനായിട്ടല്ലായിരുന്നു. ഹൈദർ പറഞ്ഞതനുസരിച്ച് വീണ്ടും മണൽ പുഴയിലേക്ക് തള്ളി.
അങ്ങനെ പറഞ്ഞ ഡേറ്റിന് സുൽഫി ദുബായിലേക്കും പോയി. അത് കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ സുൽഫി മരുഭൂമിയിലൂടെ നടന്നു വരുന്നതാണല്ലോ കാണിച്ചത്. അങ്ങനെ മരുഭൂമി നിൽക്കുന്ന സുൽഫി കൂട്ടുകാരനായിട്ടുള്ള സാബിത്തിനെ വിളിക്കും. സാബിത്ത് നാട്ടിലെ വിശേഷങ്ങളെല്ലാം സുൽഫിയോട് പറയും. ഞാൻ അയക്കുന്ന കാശെല്ലാം കൃത്യമായിട്ട് നിനക്ക് കിട്ടുന്നില്ലേ എന്ന് സുൽഫി ചോദിക്കുന്നു. അതേ എന്നായിരുന്നു സാബിത്തിന്റെ മറുപടിയും. എന്നിട്ട് സാബിത്ത് പറയും, ആ ശരത് ബോംബെയിൽ പോണെന്ന് പറഞ്ഞു പോയി, പിന്നീട് ഒരു വിവരവുമില്ല എന്ന് സുൽഫിയോട് പറയുന്നു. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്ന് കോളും കട്ട് ചെയ്യും. സുൽഫി മരുഭൂമിയിലൂടെ നടന്നു വരുന്ന സമയത്ത് അവനെ തേടി ഒരു കാറ് വരികയാണ്. എന്തെന്നാൽ ഈ സുൽഫി നാട്ടിൽ എന്താണ് ചെയ്തിരുന്നത്? ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഗൾഫിലും ചെയ്യുന്നത്. അവനോടൊപ്പം ശരത്തും ഉണ്ടായിരുന്നു. ശരത്ത് ബോംബെയിൽ ഒന്നും പോയില്ല. സുൽഫി തന്നെയാണ് ശരത്തിനെയും കൊണ്ടുപോയത്. രണ്ടുപേരും ചേർന്ന് വീണ്ടും ഗൾഫിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നതും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ചേർന്ന് മാറ്റാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന മട്ടാണ് സുൽഫിക്കും കൂട്ടുകാരനായ ശരത്തിനും. തല്ലണ്ടമ്മാവാൻ നന്നാവൂല എന്ന പഴഞ്ചൊല്ലി ഇവരുടെ കാര്യത്തിൽ കറക്റ്റ് തന്നെയാണ്. അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.